UGC നെറ്റ് പേപ്പർ 1ൻ്റെ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരു 5 ചോദ്യങ്ങൾ നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിന്ന് മാത്രം ഒരു 5 ചോദ്യങ്ങൾ 10 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് വ്യത്യസ്ത ടോപ്പിക്കുകളാണ്. പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്, അത് ഇടയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. മറ്റൊന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്. അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ മറ്റൊന്നാണ് ആവറേജും വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ യൂട്യൂബ് വഴിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നോട്ടിൻ്റെ PDF ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 4 വ്യത്യസ്ത ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. PDF നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 ചോദ്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ 24 ചോദ്യങ്ങളിൽ ഒരു 5-6 ചോദ്യങ്ങൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ആൻസർ കീയും അതിൻ്റെ ഇക്വേഷനും PDF ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇടയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് PDF ഉണ്ടാവും. PDF വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് ദ പ്രൈസ് ഓഫ് എ കുക്കിംഗ് ഓയിൽ ഇൻക്രീസ് ബൈ 25%, by how much percentage should a family reduce its consumption so as not to increase the expenses? അതായത് ഇവിടെ നമുക്ക് പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ് ആണല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ കുക്കിംഗ് ഓയിലിൻ്റെ പ്രൈസ് 25% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം കൺസംഷൻ റെഡ്യൂസ് ചെയ്യണം, ഫാമിലി എത്രത്തോളം കൺസംഷൻ കുറക്കണം, ഈ എക്സ്പെൻഡിച്ചർ അധികം വരുന്ന പൈസ കുറക്കാൻ വേണ്ടിയിട്ട് എത്ര കുറക്കണം, എത്ര എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കാം. ഇപ്പോൾ ഇവിടെ വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മ്യൂണിറ്റി ഇൻക്രീസ്ഡ് ബൈ X% അല്ലെങ്കിൽ 25%, ഒരു കമ്മോഡിറ്റി കുക്കിംഗ് ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഒരു X% എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിവിടെ R എടുക്കാം. R% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് കരുതാം. അപ്പോൾ നമ്മളെ എക്സ്പെൻസ് ഈ ഇൻക്രീസ് ചെയ്ത പ്രൈസിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. അതായത് നോർമൽ മുമ്പ് നമ്മൾ എത്രയോ ചിലവാക്കിയത് അത്ര തന്നെ നമുക്ക് ചിലവാക്കാൻ നമ്മളെ കയ്യിൽ പൈസ ഉള്ളുവെങ്കിൽ എത്രയാണ് ആ കുറവുണ്ടാവുക എന്നതാണ് നമുക്ക് കാൽക്കുലേറ്റ്. എത്രയാണ് റിഡക്ഷൻ പെർസെൻറ്റേജ് വരിക എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻക്രീസിങ് പെർസെൻറ്റേജ് R% എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എടുക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ആദ്യം എടുക്കാം. റിഡക്ഷൻ പെർസെൻറ്റേജ് ഈക്വൽ ടു R/100 പ്ലസ് R. നമ്മൾ ഓക്കെ ഇൻറ്റു 100.
നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ 25%. എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? ഇൻക്രീസ് ചെയ്ത വാല്യൂവിനെയാണ് എന്ത് ആർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആർ 25%. ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ മതി, വേറെ ഒരു സംശയമില്ല. എത്ര നമ്മളൊരു ഉൽപ്പന്നത്തിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട് ഇൻക്രീസ്, അതിൻ്റെ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര കരം ഉണ്ടാവുക എന്നറിയാൻ ഈ ഇക്വേഷൻ ജസ്റ്റ് നോക്കിയാൽ മതി. അത് നോട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ ആർ വാല്യൂ 25% എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? റിഡക്ഷൻ പെർസെൻറ്റേജ് ഈക്വൽ ടു 25/100 പ്ലസ് ആർ എത്രയാണ് 25 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25/125 ഈക്വൽ ടു 25/125 ഈക്വൽ ടു, നമുക്ക് വെട്ടാം, ഒരു 25 ഉണ്ട് ഇവിടെ, 4 5 1/5 ഇൻറ്റു 100. 100ൻ്റെ 1/5, അതായത് 100ന് 5 കഷ്ണമാക്കി കഴിഞ്ഞാൽ 20% ആൻസർ വരിക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 20% കൺസംഷൻ കുറക്കണം എങ്കിൽ മാത്രമേ 25% കുക്കിംഗ് ഓയിലിൻ്റെ പൈസ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് നോർമൽ പ്രൈസായി മാറുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിവിടെ ലൈവായിട്ട് ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുണ്ടാവും, പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ ഏകദേശം 24 ചോദ്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഈ PDF-ലുണ്ട്. 24 ചോദ്യങ്ങളുടെയും ആൻസർ കീയും അത് ചെയ്യേണ്ട ഇക്വേഷനും ഞാൻ ലാസ്റ്റ് ഈ PDF-ൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആൻസർ, ഞാൻ ചെയ്ത ആൻസർ ആണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കുക. ഇതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒരു സെയിം ഇക്വേഷൻ തന്നെ അല്ല, വ്യത്യസ്ത ഇക്വേഷൻസ്, വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. പല രീതിയിൽ ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനൊക്കെ പറ്റും. ഇക്വേഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ ഇക്വേഷൻ ഇല്ലാതെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണോ അത് ചെയ്യേണ്ടത്, ആ പ്രോസസ്സ് എങ്ങനെയാണോ ആ പ്രോസസ്സ് അനുസരിച്ച് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. 2 numbers are in the ratio of 3:5. If 9 is subtracted from each, the new numbers are in the ratio of 12:23. The smaller number is, അങ്ങനെ ക്വസ്റ്റ്യൻ. അതായത് 2 വാല്യൂ ഉണ്ട്, 2 നമ്പേഴ്സ് ഉണ്ട്, എത്രയൊക്കെ നമ്പർ നമുക്കറിയില്ല. അതിൻ്റെ റേഷ്യോ വരുന്നത് 3:5 ആണ്. അതിൽ നിന്ന് 9, ഓരോ സംഖ്യയിൽ നിന്നും 9 കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എത്രയാവും? 12:23 ആവും. അങ്ങനെയെങ്കിൽ അതിലുള്ള ചെറിയ സംഖ്യ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടി പറയാം. എത്ര ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതണമെന്നൊന്നുമില്ല. എക്സാമിന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതിന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. 3:5 അല്ലേ? അപ്പോൾ എത്രയാണ് വാല്യൂ? ഈ റേഷ്യോ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ, വാല്യൂ എത്രയാണ് നമുക്കറിയില്ല. അപ്പോൾ വാല്യൂവിനെ നമ്മൾ എങ്ങനെ എടുക്കുക? 3x-ഉം 5x-ഉം എടുക്കാം. അപ്പോൾ ഈ വാല്യൂസ് ഏതൊക്കെയാണ്? 3x-ഉം 5x-ഉമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമ്പേഴ്സ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ ഇതിനെ 2 വാല്യൂസ് സെലക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് നിങ്ങൾ എക്സാമിനല്ല എഴുതുന്നത് എങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി
ഇനി ക്വസ്റ്റ്യനിലുള്ള എന്താണ് 3:5 9 കൊണ്ട് 3:5 രണ്ട് വാല്യൂവിനെയും 9 കുറച്ച് നോക്കുകയാണെങ്കിൽ അതെങ്ങനെ എഴുതാം? അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ ഇപ്പോൾ എങ്ങനെ വരാം? 3x - 9 ഡിവൈഡഡ് ബൈ, അതായത് നമ്മൾ ഫ്രാക്ഷൻ എഴുതുമ്പോൾ രണ്ട് വാല്യൂ വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക? 5x - 9 ഈക്വൽ ടു, പിന്നെ നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, എവിടെയാണ്? 12:23. അപ്പോൾ 12 നമുക്ക് മുകളിലും 23 താഴെയും എഴുതാം. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്തണമെങ്കിൽ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 3, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കുക. സാധാരണ നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? 23 × 3x/9 ഈക്വൽ ടു, ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ ഈക്വൽ ടു ഉണ്ടല്ലോ, ഇതിൻ്റെ രണ്ട് വാല്യൂവിലേക്ക്, രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരാണ്. 12 ഇൻറ്റു, പിന്നെ ഈ വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 5x - 9. ഇതിനെ നമ്മളൊന്ന് എഴുതുമ്പോൾ 23 × 3 69x. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. 23 × 3x ആണ് എത്രയാണ്? 69x മൈനസ് 23 × 9 207 സമം. ഇനി ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 12 × 5 60x മൈനസ് ഇതേപോലെ തന്നെ 12 × 9 എത്രയാണ്? 108. ഇപ്പം നമുക്ക് കിട്ടി, 12 × 9 നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിനെ, ഈ രണ്ട് എക്സ് ഉള്ള രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ, ഈ വാല്യൂം ഇത് രണ്ടിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ എഴുതാം. അപ്പോൾ 69x മൈനസ് 60x. സാധാരണ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. എങ്ങനെ അപ്പുറത്തേക്ക് കൊണ്ടുവരും, എക്സിനൊക്കെ പുറത്തേക്ക് കൊണ്ടിട്ട് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. 207 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ മൈനസ് ആണ്, അതിന് പ്ലസ് ആയി 207. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ 60 പ്ലസ് ഉണ്ടായിരുന്നു, മൈനസ് ആയി. ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മൈനസ് ആയി, ഇവിടെ പ്ലസ് ആയി, പിന്നെ മൈനസ് 108. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇതിൽ നിന്ന് 209 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ 69 മൈനസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 69 നിന്ന് 60 കുറച്ചാൽ 9x അല്ലേ? 9x ഈക്വൽ ടു 207 മൈനസ് 108. 207 നിന്ന് 108 കുറച്ചാൽ 11. ഓക്കെ, അല്ല നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം. അപ്പോൾ 9
സോറി 11 അല്ലല്ലോ, 200 എത്രയാണ്, 207 മൈനസ് 108. യെസ് 99 കറക്റ്റാണ്. മൈനസ് 99. അപ്പോൾ ഇവിടെ നമുക്ക് 9x എന്ന് പറഞ്ഞാൽ 99. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾ പറയൂ. ഇവിടെ യെസ് കാരണം ഇതാ ഇങ്ങനെ ഈ 3 9 ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 ഒരു പ്രാവശ്യവും 99 11 പ്രാവശ്യം. അപ്പോൾ 11/1. അപ്പോൾ നമുക്ക് കിട്ടും 11 കിട്ടും. യെസ് 11 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എക്സ് നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. അപ്പോൾ എക്സ് 11 കിട്ടി. ഇനി ചോദ്യം എന്താണ്? ദ സ്മാളസ്റ്റ് നമ്പർ ഈസ്. സ്മാളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 റേഷ്യോ ഇതാണ്, 3ഉം 5ഉമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ 3x അല്ലെങ്കിൽ 5x ആണല്ലോ 2 വാല്യൂ വരുന്നത്. അതിൽ സ്മാളസ്റ്റ് നമ്പർ ഏതായാലും 3x ആയിരിക്കും. അപ്പോൾ 3x എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തണം. എക്സ് എന്ന് പറഞ്ഞാൽ 11. അപ്പോൾ 3x എത്രയാണ് നമ്മളിങ്ങനെ കണ്ടെത്താം. 3x ഈക്വൽ ടു എത്രയായിരിക്കും? 11 ഇൻറ്റു 3 സമം 33. അപ്പോൾ ആൻസർ വളരെ സിമ്പിളാണ്. ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതേപോലെ മറ്റൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 3ാമത്തെ ചോദ്യം. ഇത് മറ്റൊരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇൻ എ കോളേജ് എക്സിബിഷൻ 60% of students interested in participating are girls and rest are boys. അപ്പോൾ ഒരു കോളേജ് എക്സിബിഷനിൽ 60% പങ്കെടുത്ത പെൺകുട്ടികളാണ്, ബാക്കിയുള്ള ബോയ്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? 40% ആയിരിക്കും ബോയ്സ് എന്ന് മനസ്സിലായി. ഇഫ് ഇവിടെ ശ്രദ്ധിക്കാം, ഇഫ് 70% of the girls and 40% of the boys are actually participate, what percentage of the total interested students actually participate? അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്ന ആദ്യം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം എഴുതി വെക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദ്യത്തിൽ എന്തെല്ലാം കണ്ടൻറ്റുകൾ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ അത് എഴുതി വെച്ച് സാവധാനം എഴുതുമ്പോഴേക്ക് സമയം കഴിയും. അത് വേറെ കാര്യം, നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതി വെക്കാം. എക്സാമിൻ്റെ സമയത്ത് എഴുതി വെക്കാനുള്ള സമയം ഉണ്ടാവില്ല, എങ്കിലും ഈ പ്രോബ്ലമൊക്കെ ലാസ്റ്റേക്ക് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സാവധാനത്തിൽ എഴുതി വെക്കാനുള്ള സമയം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നമുക്ക് നോക്കാം. ഇവിടെ ടോട്ടൽ സ്റ്റുഡൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസിനെ നമുക്ക് 100 കണക്കാക്കാം. ഓക്കെ, 100 കണക്കാക്കാം. ഓക്കെ, അതിൽ ഗേൾസ് എത്രയാണ്? ഒരു ഗേൾസ് എത്ര കൊടുത്തുള്ളൂ? 60%. എനിക്കെന്ത് പറ്റി? 60% ആണ്. അപ്പോൾ നമുക്ക് 100ൻ്റെ 60% 60 എടുത്തു. അപ്പോൾ ഇനി ബോയ്സ് എത്രയുണ്ട് നോക്കാം. ബോയ്സ് 100ൽ നിന്നും 60% കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 40 കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ 100 എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് വാല്യൂ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇനി നമുക്ക് ആക്ച്വൽ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ധാരണ കിട്ടി, 60 ഗേൾസ് ഉണ്ട്, 40 ബോയ്സ് ഉണ്ട്, നമ്മളെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വലായിട്ട് എത്ര ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം പാർട്ടിസിപ്പേറ്റിംഗ് ഗേൾസ് ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ
70% സ്ത്രീകൾ എന്ത് ചെയ്തു, ഗേൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 70% മൊത്തം ഗേൾസിൻ്റെ 70% ഗേൾസും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് കുട്ടികളാണുള്ളത്. ഇൻട്രസ്റ്റഡ് ഉള്ള കുട്ടിയായിട്ടുണ്ട്, താല്പര്യം കാണിച്ച കുട്ടികളുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുണ്ട് 60 എത്ര ശതമാനമാണ് ക്വസ്റ്റ്യനിൽ? ടോട്ടൽ ഗേൾസ് ഇവിടെ 60 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ 60 70% കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇൻറ്റു 70/100. ഈ വെട്ടാം നമുക്ക്, ഈ 0 വെട്ടാം, ഈ 0 വെട്ടാം. 6 × 6 7 എത്രയാണ്? 47. യെസ് 42 കിട്ടി. അപ്പോൾ ഗേൾസ് എത്ര ഗേൾസ് ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ബോയ്സ് ആണ് എത്ര ഉള്ളത് നോക്കാനുള്ളത്. പാർട്ടിസിപ്പേറ്റിംഗ് ബോയ്സ് ഇവിടെ ബോയ്സ് എത്രയുണ്ടെന്ന് ഓൾറെഡി നമ്മൾ 40 ടോട്ടൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടോട്ടൽ 40 ബോയ്സ് ഉണ്ട്. ഇൻറ്റു, അപ്പോൾ ബോയ്സ് 40% ബോയ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബോയ്സ് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 40% കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എന്താ വെട്ടിച്ചെറുതാക്കൊന്നും വേണ്ട, നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ആൻസർ. ഓക്കെ, 4 16 സിമ്പിൾ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ വെട്ടാനുള്ള ഓപ്ഷനൊക്കെ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ചെയ്ത് പരിചയം ഉണ്ടാവും. ചില ആളുകൾക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നോക്കാം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആർ ആക്ച്വലി പാർട്ടിസിപ്പേറ്റഡ്? അതായത് ഇവിടെ 60, ഇവിടെ 2 സെഷൻ ഓഫ് കുട്ടികളുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഒന്ന് കോളേജ് എക്സിബിഷനിൽ താല്പര്യമുള്ള കുട്ടികളുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുണ്ട്. അപ്പോൾ ഗേൾസ് 70% താല്പര്യമുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ബോയ്സ് 40% പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗേൾസും ബോയ്സും സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആർ പാർട്ടിസിപ്പേറ്റഡ്? അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എത്രയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? എത്രയായിരിക്കും? 58. 42 + 16. യെസ്, അതാണ് കറക്റ്റ് ആൻസർ വരിക. ഈക്വൽ ടു ടോട്ടൽ 42 + 16 = 58. 58 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ ഇതേപോലത്തുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ മറ്റൊരു ചോദ്യം കുറച്ച് ബാക്കിൽ പോകാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതും മറ്റു ചോദ്യങ്ങളെ പോലെ തന്നെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ ഇത് ഒരു സ്ട്രിക്റ്റ് റൂൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, റൂളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ളത്. എ മാൻ ബോട്ട് ആൻ ഐറ്റം ഫോർ 1200 and sold it at a loss of 15%. With that money, he bought another item and sold it again by 15%. What is his overall gain or loss? അപ്പോൾ ഒരാൾ 1200 രൂപയുടെ ഒരു സാധനം വാങ്ങിയിട്ട് 15% നഷ്ടത്തിന് വിറ്റു. എന്നിട്ട് ആ കിട്ടിയ പൈസ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും ഒരു ഉൽപ്പന്നം വാങ്ങിയിട്ട് 15% ലാഭത്തിന് വിറ്റു. അപ്പോൾ അയാൾക്ക് എത്രയാണ് അയാളെ ഓവറാൾ ലോസ് അല്ലെങ്കിൽ ഗെയിൻ എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ ജനറൽ ഒരു റൂൾ ഉണ്ട്. ആ ജനറൽ റൂൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജനറൽ റൂളാണ്. വെൻ an item
experiences a successive changes of x percentage and അതായത് ആദ്യം കൂടുക പിന്നെ കുറയുക അല്ലെങ്കിൽ കുറയുക പിന്നെ കൂടുക ആൻഡ് മൈനസ് x percentage there is always an overall net loss. Okay, in an equation given by ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അതായത് അവിടെ ഇക്വേഷൻ നെറ്റ് ലോസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 100. നെറ്റ് ലോസ് ഇത്രയായിരിക്കും ഉണ്ടാവുക. അതായത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സക്സസീവ് ചേഞ്ച്, ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ചേഞ്ച് വന്നു, ആദ്യം കൂടിയിട്ട് പിന്നെ കുറയുകയോ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രൈസ് ആദ്യം കൂടിയിട്ട് പിന്നെ കുറയുകയോ പെർസെൻറ്റേജ് കുറയുകയോ അല്ലെങ്കിൽ പെർസെൻറ്റ് കുറഞ്ഞിട്ട് കൂടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ നെറ്റ് ലോസാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നെറ്റ് ലോസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് എക്സ് സ്ക്വയർ ബൈ 100. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ബേസിലാണ് ഈ പ്രോബ്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ആ പെർസെൻറ്റേജ് എത്രയാണ് ഡിക്രീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നഷ്ടത്തിന് വിറ്റു അല്ലെങ്കിൽ ലാഭത്തിന് വിറ്റു എന്ന് ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ 1200 രൂപയുടെ ഉൽപ്പന്നം അയാൾ എന്ത് ചെയ്തു, 15% നഷ്ടത്തിന് വിറ്റു. പിന്നെ ആ സെയിം ഉൽപ്പന്നം എന്ത് ചെയ്തു, 15% ലാഭത്തിന് വിറ്റു. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 15ആണ്, എക്സ് ഈക്വൽ ടു 15ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 15. എക്സ് 15 ആയതുകൊണ്ട് നമുക്ക് നെറ്റ് ലോസ് ഈക്വൽ ടു 15 സ്ക്വയർ ബൈ 100. അതിനെ 15 × 15 നമുക്ക് 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 × 15 ആണ്. 15 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15 × 15 സ്ക്വയർ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്. പ്രധാനപ്പെട്ട സംഖ്യകളുടെ സ്ക്വയറുകളൊക്കെ കാണാതെ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ ഒക്കെ നമുക്കറിയാം. ഒരു 10 മുതൽ 10ൻ്റെ സ്ക്വയർ നമുക്കറിയാം. 11ൻ്റെ സ്ക്വയർ എത്രയാണ്, 12ൻ്റെ സ്ക്വയറാണ്. ഒരു 15 വരെ 16 വരെയൊക്കെ പഠിച്ചു വെക്കണം എപ്പോഴും നല്ലതാണ്. നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, 225/100. അപ്പോൾ നമുക്കിങ്ങനെ ആൻസർ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. എത്ര പൂജ്യം ഉണ്ടോ അതിനനുസരിച്ചൊരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അതായത് 2.25. ഇവിടെ നെറ്റ് ലോസ് ആണ്. നെറ്റ് ലോസ് ഓഫ് 2.25 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ലോസും ഉണ്ട് ഗെയിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ലോസ് ഓഫ് 2.25 ആണ് അതിന് ആൻസർ വരിക. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഇതിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഏകദേശമൊക്കെ സെയിം തന്നെയാണ്, എല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നാം, സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടും തോന്നാം. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിന് ഏറ്റവും താഴെ അതിൻ്റെ ഇക്വേഷന് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനി 8ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ബൈ സെല്ലിങ് 33 meters of cloth
എ പേഴ്സൺ ഗെയിൻ സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 meters. അപ്പം ഒരു 33% ക്ലോത്ത് ഒരാൾ സെല്ല് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അയാൾക്ക് കിട്ടുന്നത് 11 മീറ്ററാണ്. അപ്പം അയാളെ ഗെയിൻ പേഴ്സൻറ്റേജ്, അതായത് അയാളെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫോർമുല, നമുക്ക് ഓൾറെഡി അറിയുന്ന ഫോർമുലയാണ് പ്രോഫിറ്റ്. ഫോർമുലയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുന്നതാണ്. ഇവിടെ 33 മീറ്റർ ക്ലോത്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും? അയാളെ പ്രോഫിറ്റ് വരിക ഓക്കെ, നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതാം. ഇക്വേഷൻ പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് SP നമുക്ക് പറയാം മൈനസ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന് CP എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് പ്രോഫിറ്റ് ഓഫ് 33 മീറ്റർ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 മീറ്ററാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് ഓഫ്, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് ഓഫ് 33 മീറ്റർ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 മീറ്റർ. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഗെയിൻ പേഴ്സൻറ്റേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വളരെ കൺഫ്യൂഷൻ ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഇത് കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഉള്ളതാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യന് സാധാരണ ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് കണ്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് 33 മീറ്റർ, അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 33 മീറ്റർ മൈനസ് കോസ്റ്റ് പ്രൈസ് ഓഫ്, നമ്മൾ ഇക്വേഷൻ എടുത്ത് ഉപയോഗിക്കുകയാണ്. കോസ്റ്റ് പ്രൈസ് ഓഫ്, അതായത് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്, അതാണ് ഇവിടെ നമ്മൾ എടുത്ത് എഴുതുന്നത്. കോസ്റ്റ് പ്രൈസ് ഓഫ് 33 മീറ്റർ ഈക്വൽ ടു എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 മീറ്റർ, അതായത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ 11 മീറ്റർ ആണെന്നുള്ള ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇക്വേഷനിലേക്ക് നമ്മൾ ഇതേപോലെ കൺവേർട്ട് ചെയ്തതാണ്. ഇനി നമുക്കിതിൻ്റെ റേഷ്യോ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പ്രോഫിറ്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് പറയാം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് 20, അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്തു? സെല്ലിംഗ് പ്രൈസ്, 2 സെല്ലിംഗ് പ്രൈസ് ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, ഇവിടെ ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്തു? ഇതിനങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരും ചെയ്യാം. ഇതിനെന്ത് ചെയ്തു? ഇതിനങ്ങോട്ട് കൊണ്ടുവന്നു. സെല്ലിംഗ് പ്രൈസിനെ അങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മൈനസ് പ്ലസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഓഫ്, ഇവിടെ 33 മൈനസ് 11 22 മീറ്റർ ഈക്വൽ ടു ആണ് ഇവിടെ നിന്ന്, ഈക്വലിൻ്റെ പുറത്തേക്കാണ് വന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് 33 മീറ്റർ. ഇതെങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായോ? ഇവിടെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യം നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. പ്രോഫിറ്റിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തുള്ളത്. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇത് ഇക്വേഷനാണ്. ഇക്വേഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. പ്രോഫിറ്റ് ഓഫ് 33 മീറ്റർ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു. ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ അതിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ്
സെല്ലിംഗ് പ്രൈസ് ഓഫ് 33 മീറ്റർ. കോസ്റ്റ് പ്രൈസ് ഓഫ് 33. ഇപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തതാണ്. ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രോഫിറ്റ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 ആണ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്തു, ഇക്വേഷനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ സെല്ലിംഗ് പ്രൈസിനെ ഇങ്ങോട്ടെടുത്തിട്ട് ഈ വാല്യൂവിനെ കോസ്റ്റ് പ്രൈസിനെ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ 33 മൈനസ് 11 കിട്ടി. ഈ 33 മൈനസ് 11 ആണ് നമുക്ക് 22 മീറ്റർ എന്ന് കിട്ടിയത്. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസ് ഓഫ് ഈ 22 മീറ്റർ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 22 മീറ്റർ ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 33 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് എത്ര കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ പ്രോബ്ലം തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അപ്പോൾ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് പറയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദ റേഷ്യോ. കൃത്യമായിട്ട് എങ്ങനെയാണ് പോകേണ്ടത് ആ രീതിയിൽ തന്നെ നമുക്ക് പോവാം. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ് നമുക്കിവിടെ കിട്ടി, 22. കോസ്റ്റ് പ്രൈസ് 33. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടി ചെറുതാക്കാം. 22 നമുക്ക് എന്ത് ചെയ്യാം, 11. 22നും 33നും 11 ഉണ്ടല്ലോ. 2 11 ഇതിൽ വരും, ഇതിൽ 3 11 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെല്ലിംഗ് പ്രൈസും കിട്ടി, കോസ്റ്റ് പ്രൈസും കിട്ടി. സെല്ലിംഗ് പ്രൈസ് 2 കോസ്റ്റ് പ്രൈസ് 3 നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലൊക്കെ ചെയ്യുന്ന അതേ രീതിയാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷനാണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ്. ഇത് ഇക്വേഷനാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് എങ്ങനെ വന്നു ഇക്വേഷൻ, ഇതിങ്ങനെ തന്നെയാണ്. ഇത് വന്ന രീതികളൊക്കെ ഉണ്ട്. അത് വിശദീകരിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. നമ്മൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടി. ഇനി നമുക്കിപ്പോൾ പ്രോഫിറ്റ് കിട്ടി. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 2. ഓക്കെ, 2 മൈനസ് കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 3 ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് 2. അപ്പോൾ 2 കിട്ടി. ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 2 മൈനസ് 3 സമം 1. 1/2 അല്ലേ, 1/2 ഇവിടെ ഇൻറ്റു 100 കൂടി ഉണ്ട്. ഞാൻ മറന്നാണ് മെയിനായിട്ട്. ഇൻറ്റു 100. ഇക്വേഷൻ ഇതാണ്. സെല്ലിംഗ് പ്രൈസ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ 100 കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ -1 - 2. അപ്പോൾ നമുക്ക് എന്താണ്, സെല്ലിംഗ് പ്രൈസ് ആണല്ലേ. നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. 1 - 2. ഇവിടെ നമ്മൾ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 1 - 2 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടി 100/2. 100/2 50 50% നമുക്കിതിൻ്റെ ആൻസറായിട്ട് വരിക. ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്തതിന് ശേഷം ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ചെയ്ത നോട്ടിൻ്റെ PDF കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഒത്തു നോക്കാൻ എളുപ്പമായിരിക്കും. 50% ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ആവറേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആവറേജ്, ഓക്കെ, ഇത് ആവറേജ് കുറച്ച് എളുപ്പമുള്ള ഒരു
ക്വസ്റ്റ്യൻ ആണ് ആവറേജ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആവറേജ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിളാണ്. ഇതൊന്നും ശരിക്ക് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിലുള്ള ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ശരിക്കും നമുക്ക് പ്രോബ്ലം ഇക്വേഷൻ അല്ലാതെയും ഇക്വേഷൻ ഇല്ലാതെയും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ക്വസ്റ്റ്യനൊക്കെ. പക്ഷേ നമുക്ക് എന്താണ് ആദ്യമായിട്ട് കാണുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ വഴി തന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ആവറേജ് ഓഫ് 5 consecutive odd numbers is 61. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ? അതായത് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിനെ എൻ്റെ എന്താണ് ആവറേജ് എന്ന് പറയുന്നത് 61. അപ്പോൾ അത് അങ്ങനെ അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും നമ്മുടെ ഡിഫറൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ചെറിയ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്നെടുക്കാം. ഓക്കെ, പിന്നെ അടുത്ത സംഖ്യ എത്രയായിരിക്കും വരിക? എക്സ് പ്ലസ് 2 അല്ലേ? രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് 2 ആയിരിക്കും അല്ലേ? ഓടാണല്ലോ. ആദ്യത്തെ സംഖ്യ 0 ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ് ആണെങ്കിൽ അതിലേക്ക് 2 കൂട്ടിയതായിരിക്കും എന്ത്? എക്സ് പ്ലസ് രണ്ടാമത്തെ സംഖ്യ. മൂന്നാമത്തെ സംഖ്യ എങ്ങനെയായിരിക്കും? എക്സ് പ്ലസ് 4 ആയിരിക്കും. നാലാമത്തെ സംഖ്യ എങ്ങനെയായിരിക്കും വരിക? എക്സ് പ്ലസ് 6 ആയിരിക്കും. ഓഡ് സംഖ്യകളാണല്ലോ അല്ലേ? ഓഡ് നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തത് പിന്നെ എത്രയാണ് വരിക? എക്സ് പ്ലസ് ആണ് കേട്ടോ, എക്സ് പ്ലസ് 8. അപ്പോൾ ഇതാണ് ആ 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. 1, 2, 3, 4, 5 ഇങ്ങനെ ആയിരിക്കും വരിക. അത് ഏതൊക്കെയാണ് സംഖ്യ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് മനസ്സിലാക്കി. അപ്പോൾ എക്സിലേക്ക് 2 കൂട്ടിയതായിരിക്കും രണ്ടാമത്തെ സംഖ്യ, എക്സിലേക്ക് 4 കൂട്ടിയതായിരിക്കും മൂന്നാമത്തെ സംഖ്യ, എക്സിലേക്ക് 6 കൂട്ടിയതായിരിക്കും നാലാമത്തെ സംഖ്യ, എക്സിലേക്ക് 8 കൂട്ടിയതായിരിക്കും എട്ടാമത്തെ സംഖ്യ. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പേഴ്സ് എന്നാണ് ഇവിടുത്തെ ഡിഫറൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളാണ്, കാണാനിത് 8 ആണ്, സിമ്പിൾ 8 ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് 8 ആണെന്നുള്ള കാര്യം ആർക്കും അറിയാം. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യാം, ആ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എങ്ങനെ കാണാം? ആദ്യത്തെ സംഖ്യയിൽ നിന്ന് അവസാനത്തെ സംഖ്യ കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ല, അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ 61 ആവറേജ് എടുക്കേണ്ട ആവശ്യമൊന്നും, ഈ 61ൻ്റെ ആവശ്യമേ ഇവിടെ ഇല്ല. നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 61 തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 8 മൈനസ് എക്സ് സമം എത്രയാണ് നോക്കാം. എക്സ് പ്ലസ് 8 മൈനസ് 8. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 8 തന്നെ കിട്ടും. ഓക്കെ, എക്സ് പ്ലസ് 8 മൈനസ് 8 നമുക്ക് 8 വാല്യൂ കിട്ടും. ഓക്കെ, ഈ എങ്ങനെ 8 കിട്ടുന്നു? കൺഫ്യൂഷൻ. ഇവിടെ 2x വരുമ്പോൾ 2x അല്ലേ വരിക. അപ്പോൾ ഒരു എക്സ് മൈനസും ഒരു എക്സ് പ്ലസ്സും ആണ്. അപ്പോൾ മൈനസ് എക്സും പ്ലസ് എക്സും എന്ത് ചെയ്യും? ക്യാൻസലായി പോവാണ് ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 8 കിട്ടിയത്. ചിലപ്പോൾ നിങ്ങൾക്കിത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ ഒരു എക്സ് ഇവിടെ വന്നു, ഇവിടെ വേറെ എക്സും വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടിയ 2x ആവൂലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം. ഇവിടെ പ്ലസ് എക്സും ഇവിടെ മൈനസ് എക്സും ആണ്. അപ്പോൾ ഈ മൈനസും പ്ലസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയി. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് 8 ആണ്. അപ്പോൾ 8 ആണ് അതിൻ്റെ ആൻസർ. അങ്ങനെയാണ് 8. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഓരോ ഡിഫറൻസും. ആദ്യത്തെ 1 മുതൽ 5 വരെയാണല്ലോ. അപ്പോൾ 2, 4, 6, 8, 10 അല്ലെങ്കിൽ 0, 2, 4, 6, 8 എടുക്കുകയാണെങ്കിൽ ആദ്യത്തേൻ്റെയും അവസാനത്തേൻ്റെയും വ്യത്യാസം 8 തന്നെ ആയിരിക്കും. കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഇതാണ്. ഇതിപ്പോ നമുക്ക് ഓഡ് നമ്പർ ഈവൻ നമ്പറും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും ഇങ്ങനെ 2, 4, 6 ആ ഒരു സിസ്റ്റത്തില് പോവാ. ഇവിടെ അല്ല, 2, 4, 6 എന്നല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വാല്യൂ എക്സ് ആണ്, എക്സ് പ്ലസ് 2 ആണ്. അതായത് ഇപ്പോൾ എത്രയാണ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ
ഈവൻ നമ്പർ പോലെയാണോ ഉണ്ടാന്ന് ഞാൻ ചോദിക്കുന്നത്. ആ ഈവൻ നമ്പറാണ്, സെയിം ആയിട്ട് തന്നെ വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്താണ് ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഓഡ് നമ്പർ ആണെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിലും അതിന് തമ്മിലുള്ള ഡിഫറൻസ് രണ്ടാണല്ലോ. ഇപ്പോൾ എക്സ് എന്നുള്ള വാല്യൂ ഇപ്പോൾ ഒരു സംഖ്യ കിട്ടി, ഓഡ് നമ്പർ 1 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സംഖ്യ എത്രയായിരിക്കും? ഈ ഒന്നിലേക്ക് 2 ആഡ് ചെയ്തതല്ലേ ഉണ്ടാവുക. 1ലേക്ക് 2 ആഡ് ചെയ്താൽ 3 അല്ലേ വരിക. പിന്നെ അടുത്തത് ഈ 1ലേക്ക് 4 ആഡ് ചെയ്ത് എത്രയാ? 5 അല്ലേ വരിക അല്ലേ? പിന്നെ അതേപോലെ പിന്നെ അടുത്തെടുക്കുമ്പോൾ 1ലേക്ക് പിന്നെ 6 ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 7 വരും. 1ലേക്ക് 8 ആഡ് ചെയ്യുമ്പോൾ 9 വരും. അപ്പോൾ അത് ഓഡ് നമ്പർ തന്നെ വരിക. ഇനി നമുക്ക് ഈവൻ നമ്പർ എടുക്കാം. ഈവൻ നമ്പർ ഇത് 2 ആണെന്ന് കരുതാം. 2ലേക്ക് 2 ആഡ് ചെയ്യുമ്പോൾ 4 വന്നു. 2ലേക്ക് 4 ആഡ് ചെയ്യുമ്പോൾ 6 വന്നു. 2ലേക്ക് 6 ആഡ് ചെയ്യുമ്പോൾ 8 വന്നു. 2ലേക്ക് 8 ആഡ് ചെയ്യുമ്പോൾ 10 വന്നു. അപ്പോൾ എന്താണെങ്കിലും ഡിഫറൻസ് 2 ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എടുക്കാൻ പറയുന്നത്. ഒറ്റ സംഖ്യ ആണെങ്കിലും ഇരട്ട സംഖ്യ ആണെങ്കിലും ഇവിടെ 2, 4, 6, 8 എന്ന് തന്നെ എടുത്താൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ തോന്നുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതിൻ്റെ മുകളിലെ ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇത് തന്നെ ആക്കാം. 17, 18, 17 ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യനും എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇപ്പം നമുക്ക് ഇത് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ദ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് ഇൻ എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് ഓഫ് 4624 2 years ആൻഡ് ടു 4913 in 3 years. The rate of interest per annum. അതായത് the sum of money invested at a compound interest amounts of 2 years and 3 years. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കണം. അതിൽ കുറച്ചൊരു മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്റ്റെപ്പ് 1 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. സ്റ്റെപ്പ് 1 ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. The amount at the end of year to act as the principal base for year 3 നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മൾ ആദ്യം ഇത് ക്വസ്റ്റ്യൻ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ദ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് 3 year ആക്ട് ആസ് എ പ്രിൻസിപ്പൽ ബേസ് ഓഫ് തേർഡ് ഇയർ. അതായത് സംഭവം എത്രയേ ഉള്ളൂ, നമ്മൾ ഒരു എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു എമൗണ്ട് എന്ത് ചെയ്തു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു 10,500 പിന്നെ മൂന്നാമത്തെ വർഷത്തേക്ക് വരുമ്പോൾ 10,500 ബേസ് 10,500 ആവും പ്രിൻസിപ്പൽ ഇയർ റേറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് വരിക. നമ്മൾ 1000 ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ 1,500 ആയി. 1,500 ആയാൽ പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1,500 വെച്ചിട്ടല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതാ പറഞ്ഞത്. അതിവിടെ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റെപ്പ് 2 ഇൻട്രസ്റ്റ് earned in the
തേർഡ് ഇയർ ഈക്വൽ ടു, മൂന്നാമത്തെ ഇയറിൽ നമുക്ക് കിട്ടി, ഇത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളതാണ്, കൂടെ ബാക്കിലേക്ക് പോവാം. തേർഡ് ഇയർ ഈക്വൽ ടു 4913 മൈനസ് 4624 സമം 2809 289 അതാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ വർഷം നമ്മൾ ഏൺ ചെയ്ത ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇക്വേഷന് കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്താണ് സ്റ്റെപ്പ് 3. ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയണ തന്നെ. പക്ഷേ പല ആൾക്കാർക്കും ഇതിൻ്റെ രീതി മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട്. കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാറ്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാലോ. അപ്പോൾ അത് എന്താണ്, റേറ്റ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒരു വർഷത്തെ ഇത് എത്രയാണ്, 289. മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് മാത്രം 289 നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു, 4624. 4624 ഉറുപ്പ്യക്ക് നമുക്ക് 289 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻറ്റു 100. അത് മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലേ? കാരണം അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി the sum of money invested at a compound interest rate to 4625 in 2 years and to 4913 in 3 years. അതായത് ഒരാൾ 3 വർഷത്തേക്ക് എന്ത് ചെയ്തു, ഒരു എമൗണ്ട് 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്തു, പിന്നെ 3 വർഷത്തേക്ക് ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം മനസ്സിലായി 2 വർഷം ആയ സമയത്ത് ആൾക്ക് കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും മൂന്നാമത്തെ വർഷത്തിലെ ബേസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ. അതായത് 10,000 രൂപയ്ക്ക് ഒരാൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഡെപ്പോസിറ്റ് എങ്കിൽ ആൾക്ക് കിട്ടിയ എമൗണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയത് 10,500 കരുതാം. അപ്പോൾ പിന്നെ മൂന്നാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 10,500 വെച്ചിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാണെന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് രണ്ടാമത്തെ വർഷത്തിൽ നിന്ന് മൂന്നാമത്തെ വർഷം നമ്മൾ മൈനസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഡിഫറൻസ് എത്രയായി, എത്ര അധികം കിട്ടിയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 289 അധികം കിട്ടിയെന്ന് മനസ്സിലായി. ഈ അധികം കിട്ടിയ വാല്യൂ എത്രയായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? നമ്മളെ കയ്യിലുള്ള പൈസയിൽ നിന്ന് നമുക്ക് അധികം കിട്ടിയ പൈസ എന്താണ്, ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജാണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എമൗണ്ട് ഇതാണ് എന്ത് ചെയ്ത്, ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ടിനെ ഇൻട്രസ്റ്റ് കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. അപ്പോൾ 289 ഡിവൈഡഡ് ബൈ 4624 ഇൻറ്റു 100. അപ്പോൾ നമുക്കതിന് ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ കിട്ടുക, ആൻസർ കിട്ടുക 6.25 ആണ് ആൻസർ കിട്ടുക. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കിത് കാര്യം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അത് ചെയ്താൽ മാത്രമേ ഒന്നുകൂടി ക്ലിയർ ആവുള്ളൂ. ഈ പ്രോബ്ലം ആയതുകൊണ്ട് അങ്ങനെയാണ്. ഇതിന് ആൻസറൊക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ 6.25 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു. ചോദ്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടില്ല. 24 ക്വസ്റ്റ്യൻസ് ഈ PDF-ലുണ്ട്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ഭാഗവും 4 ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 4 ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ, ബാക്കി നിങ്ങൾക്കുള്ള വർക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം. ഇതിൻ്റെ ആൻസർ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാ
ഇതവിടെ ആൻസർ കീ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും താഴെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇക്വേഷൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നോക്കിയിട്ട് എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നമ്മൾ 4 സെഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ എല്ലാം കൂടെ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 1-2 ആയിരിക്കും ചോദിക്കുക. പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ് ചെയ്തു. രണ്ടാമത് നമ്മൾ ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്തത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ് ചെയ്തു. പിന്നെ ആവറേജും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവറേജും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലെ ബാക്കി പ്രോബ്ലം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ചെയ്തത് വേറെ ക്വസ്റ്റ്യനിലാണ് ഇട്ടിട്ടുള്ളത്, ഇതിൽ തന്നെയാണോ? എന്താണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ല, അത് ഈ PDF തന്നെ ഉണ്ടാവുക? ഇല്ല, അത് വേറെ PDF